എല്ലാവർക്കും 3 സ്റ്റാർസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് ഞങ്ങളൊരു പാർക്കിൽ പോയ വീഡിയോ ആണ്. ഇത് പേഴ്സി സീനിക് റിസർവ് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇത് നടന്നു പോകുന്ന വഴിയാണ്. നമ്മൾ നടന്ന് സൈഡിൽ അവരൊരു മരത്തിൻ്റെ ഇതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതിലൂടെ നടന്ന് 3 സ്റ്റാർസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് മുമ്പോട്ട് ചെല്ലാൻ നേരത്ത് കാണാം അവർ ആ പേര് ഒരു കല്ലിൻ്റെ ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. കല്ലിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ട് മതിൽ പോലെ കെട്ടിയിട്ട് അതിൻ്റെ പൊക്കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരതിലൂടെയൊക്കെ കുറച്ച് കളിച്ച് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലാൻ നേരത്ത് ചെറിയൊരു ഇരിക്കുന്ന സ്ഥലവും അതിൻ്റെ പുറകിലായിട്ട് കുറച്ച് ഒരു പുല്ല് കൊണ്ട് കുറച്ച് സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ ഓടിക്കളിച്ചു കുറച്ച് നേരമൊക്കെ കളിച്ചു. 3 പേരൊക്കെ കളിച്ചു. അവർ എൻജോയ് ചെയ്തു, അവിടെ കളിച്ചു. അതിനുശേഷം വെയിലുള്ള കാരണം നല്ല രസമായിരുന്നു. അതിനുശേഷം മുമ്പോട്ട് പോകാൻ നേരത്ത് കുഞ്ഞൊരു സ്ട്രീം കാണാം. ആ സ്ട്രീമിൻ്റെ പൊക്കത്ത് ഒരു മതിൽ പോലെ കെട്ടിയിട്ടുണ്ട്. പിള്ളേർ വീഴാണ്ടിരിക്കാനായിരിക്കാം. നമുക്കപ്പോൾ സ്ട്രീം കാണാൻ പറ്റും. ഇത് വെള്ളം പൊക്കത്തിൽ നിന്ന് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അത് നമുക്ക് പോകെ കാണാൻ പറ്റും. വീഡിയോസ് കാണാൻ പറ്റും. അങ്ങനെ ഈ കുഞ്ഞ് സ്ട്രീം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിനുശേഷം ഫ്രണ്ടിലോട്ട് ചെല്ലാൻ നേരത്ത് നമുക്കൊരു ടോയ്ലറ്റ് കാണാം. ഇത് അവർ സെറ്റ് ചെയ്തേക്കുന്ന ടോയ്ലറ്റാണ്. കാണാൻ നല്ല രസമുണ്ട്. ആ ടോയ്ലറ്റിൻ്റെ പൊക്കത്ത് അവർ വള്ളിച്ചെടികൾ പടർത്തി വിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല, പിന്നെ അത് വായിച്ചപ്പോഴാണ് മനസ്സിലായ വാഷ്റൂമാണെന്ന്. അങ്ങനെ അതൊക്കെ കണ്ടു. ഞങ്ങൾ പിന്നെയും ഫ്രണ്ടിലേക്ക് പോകാൻ നേരത്ത് ഒരു കുഞ്ഞൊരു നടപ്പാത പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നടന്ന് നമുക്ക് സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. കുറേ ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് പിള്ളേരെല്ലാം ഓടിക്കളിച്ചുകൊണ്ട് പോയി. അങ്ങനെ നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് ചെല്ലാൻ നേരത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി. ഫ്രണ്ടിലേക്ക് പോകാൻ നേരത്ത് അവർ കുഞ്ഞൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെള്ളക്കെട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കാണികൾക്ക് കാണാൻ വേണ്ടിയാണ്. അത് നമ്മൾ കണ്ട ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കുഞ്ഞ് ബ്രിഡ്ജും പോകുന്നുണ്ട്. ആ ബ്രിഡ്ജ് കൂടെയൊക്കെ നടന്ന് അവർ നടപ്പാത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൂടെ സൈഡിൽ മൊത്തം വെള്ളവും ചെളിയുമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഈ നടപ്പാതയിലൂടെ ഫ്രണ്ടിലേക്ക് നടന്നു പോകാൻ പറ്റും. അങ്ങനെ നടന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലാൻ നേരത്ത് അവിടെയും ഇരിക്കുന്ന ഒരു സ്ഥലം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞു മരം നമുക്ക് കാണാം. ആ മരം ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ നടന്ന് അവരെ ഇരുത്തി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അവർക്ക് മരത്തിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ മരത്തിൽ കയറ്റി ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാൻ 3 പേരെ അവർക്ക് 3 പേർക്കും കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരെ മാറ്റി ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. മരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഫുള്ള് പായൽ പിടിച്ച പോലെയൊക്കെ. പക്ഷെ അത് തെന്നുന്നതല്ല. ഇവിടുത്തെ മരങ്ങളെല്ലാം പൊതുവേ അങ്ങനത്തെ ഒരു പച്ച കളറിലെ ഒരു ഇത് കാണും. അങ്ങനെ അവരെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആശിക്കുട്ടി ഇപ്പുറത്തേക്ക് നടന്ന് അവൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ അവളെയും വിളിച്ചിരുത്തി ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് അവളെയും മരത്തിൽ കയറ്റിയിരുത്തി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും നടന്ന് ഒരു എൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് ശരിക്കും ആ എൻഡെന്ന് പറഞ്ഞാൽ മെയിൻ റോഡാണ്. അതിലൂടെ ഇത് മെയിൻ ഹൈവേ ആണ്. അതിലൂടെ ഞങ്ങൾ കുറേ പ്രാവശ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു പാർക്ക് ഇവിടെയുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ റീസെൻ്റ്ലി കണ്ടുപിടിച്ചത്. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാം കുഞ്ഞ് മെട്രോ പോകുന്നുണ്ട്. ഇപ്പുറത്ത് മെയിൻ റോഡാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഉള്ളിലേക്ക് നടന്നു. ഇതാണ് തിരിച്ചു പോകുന്ന വഴികൾ.
തിരിച്ച് വരാൻ നേരത്ത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും ഞങ്ങൾക്ക് കുറേ സ്ട്രീമുകൾ കാണാൻ പറ്റി. കുഞ്ഞ് അരുവികൾ ഒഴുകുന്നത് കാണാം. അതിന് മുമ്പോട്ട് പോയപ്പോഴത്തേന് ഒരു കുഞ്ഞ് ഫോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ കല്ലൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ മരങ്ങളുള്ള കാരണം നിറച്ച് പൂക്കൾ പൊഴിഞ്ഞ് കിടക്കുന്ന കാരണം നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതാണ് ആ കുഞ്ഞ് ഫോള്. ആ ഫോളിൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാം നല്ല കുഞ്ഞു മരങ്ങളും നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിള്ളേരൊക്കെ കളിച്ചു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് കാണുന്ന ആ സ്ട്രീം ഒഴുകുന്ന സ്ഥലം. അങ്ങനെ അതൊക്കെ കണ്ടു. ഞങ്ങൾ പിന്നെയും മുമ്പിലോട്ട് നടന്നു. ഇതവർ പിള്ളേർ നടക്കുന്നതാണ്. അവർ എൻജോയ് ചെയ്ത് തിരിച്ച് നമ്മൾ പിന്നെയും നമ്മൾ പൊക്കത്തിലേക്ക് നടന്നു. പൊക്കത്തിലേക്ക് നടക്കുമ്പോഴത്തേന് നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് ഒരു ഡക്കിന് വേണ്ടിയിട്ട് കുഞ്ഞൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജും ഉണ്ട് വലത്തെ സൈഡിൽ. ആ ബ്രിഡ്ജിൽ കയറിയാൽ നമുക്ക് അവർ സെറ്റ് ചെയ്തേക്കുന്ന ഫോൾസിൻ്റെ മുകൾ വശം കാണാം. അതുപോലെ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് 5 പേര് കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല എന്ന്. ഇതാണ് പൊക്കത്തിൽ നിന്നുള്ള ആ വ്യൂ. നല്ല പൂക്കളൊക്കെ ഉള്ള കാരണം നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടു, ഞങ്ങൾ എൻജോയ് ചെയ്തു. തിരിച്ച് നമ്മൾ ഡക്കിൻ്റെ സ്ഥലത്തേക്ക് പോയി. ഇത് വേറൊരു റൂട്ടാണ്. ഈ പാർക്കിൻ്റെ ചുറ്റും നമുക്ക് നടക്കാൻ പറ്റാൻ കാണുന്ന സ്ട്രീമുകളൊക്കെയാണ്. അങ്ങനെ ഡക്കിൻ്റെ അവിടെ എത്തി. നിങ്ങൾക്ക് കുറേ ഡക്കുകൾ കാണാം. കുറച്ച് ഡക്കുകൾ പൊക്കത്തുമുണ്ട്. 2-3 ഡക്കുകൾ പൊക്കത്തുമുണ്ട്. അപ്പോൾ നമുക്ക് ഡക്കിന് ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ പിള്ളേരുടെ കൂടെ കളിക്കും. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഡക്കുകളെല്ലാം. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് നടന്ന് പിന്നെയും തിരിച്ച് നമ്മൾ റൗണ്ട് അടിച്ച് വരാൻ നേരത്ത് നമുക്കൊരു ചെറിയൊരു ഗുഹ പോലത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതവർ എഴുതിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ്, അതിൽ ചിലപ്പോൾ ഇൻസെക്ട്സ് കാണാൻ സാധ്യതയുണ്ടെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരെന്തോ ഫുഡ് പ്രിസർവ് ചെയ്യാൻ പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിൽ എഴുതിയേക്കുന്നത്. അങ്ങനെ അത് കാണുമ്പം നിങ്ങൾക്കറിയാം ഒത്തിരി ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. അങ്ങനെ പിള്ളേരെ കയറ്റിയില്ല, ഞങ്ങൾ മാത്രം ഉള്ളിൽ കയറി കുറച്ച് ഭാഗം കണ്ടു, തിരിച്ചിറങ്ങി. ഇതാണ് ആ വ്യൂ. ഇവിടെ നിന്ന് ആ ഗുഹയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വ്യൂ. അങ്ങനെ ഇപ്പോൾ പൂക്കൾ ആയി തുടങ്ങിയ കാരണം കുറേ മരങ്ങളിലൊക്കെ നല്ല പൂക്കളുണ്ട്. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതാണ് ആ പാർക്കിൻ്റെ കയറുമ്പോഴുള്ള ആ കാഴ്ചകൾ. ഇനി ഉള്ളിലേക്ക് കുറേ ഹൈക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇതാണ് ആ ബ്രീഫ് മാപ്പ്. നിങ്ങൾക്ക് കണ്ടാലറിയാം. താങ്ക് യു.